ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. തുടക്കമായതുകൊണ്ട് തന്നെ വീഡിയോയിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളതൊക്കെ ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടക്കമല്ലേ, അപ്പം അതിൻ്റേതായ ഒരു അറിവിൻ്റെ ഒരു കുറവുണ്ടാകും. അപ്പം ഇനി തുടരെയൊക്കെ ശരിയാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം സുൽഫത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും വീഡിയോ ഫുള്ളിരുന്ന് കാണണം. ക്യാമറ പിടിക്കണതിൻ്റെ ഇതിൻ്റെയൊക്കെ എനിക്ക് ചെറിയതായിട്ടുള്ള ഓരോ മിസ്റ്റേക്കുകളൊക്കെ എൻ്റെ വീഡിയോയിലുണ്ട് തോന്നുന്നുണ്ട്. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ച് തരിക എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ. അപ്പം എന്നാൽ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പറയുന്നത് മന്തിയും പെരി പെരിയാണ്. അതിലേക്ക് ഞാൻ ഗോൾഡിൻ്റെ ബസ്മതി അരി 1 കിലോ വാങ്ങിയിട്ടുണ്ട്. അരി 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കുക. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: നാരങ്ങ, മല്ലിച്ചപ്പ്, പുതിന, ക്യാപ്സിക്കം, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മാഗി ക്യൂബ്, പിന്നെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചിക്കൻ. 2 കിലോ ചിക്കനാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. പിന്നെ മന്തി മസാലയും വേണം കേട്ടോ. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഒരു സ്റ്റിക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നാലേ അതിൽ മസാലകൾ നല്ല രീതിയിൽ പിടിക്കുകയുള്ളൂ. അത്യാവശ്യം ഇളക്കാൻ പറ്റിയ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പാടെ ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ക്യാപ്സിക്കം, പിന്നെ മല്ലിച്ചപ്പ്, പുതിന ഇത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 മാഗി ക്യൂബും ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ 2 മാഗി ക്യൂബാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മന്തി മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. അതിലേക്ക് നമ്മളെ കറാമ്പട്ട, ഒരു 4 ഏലക്കായി, തക്കോലം, ഇത് കറാമ്പൂവ് ഇതും കൂടി ഇട്ട് കൊടുത്ത ശേഷം അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് നമ്മളെടുത്ത് വെച്ച 2 നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ച് ചിക്കൻ അതിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ വെച്ചാൽ നല്ലോണം അതിലേക്ക് എല്ലാ എരിവും പുളിയൊക്കെ പിടിച്ചോളും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, ചിക്കൻ ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഉപ്പുണ്ടാകും. അപ്പോൾ അതിന് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിടാൻ വേണ്ടി. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിട്ട് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തത് ഞാൻ പെരി പെരിയിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കുന്നത്. അത് നമുക്ക് ഒരു ദിവസം വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ചിക്കൻ വെന്ത് കഴിഞ്ഞത് മാറ്റിയിട്ട് അതിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടിരിക്കുകയാണ്. ചിക്കൻ വേവിച്ച ആ മസാലയിലേക്ക് നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴുകി വാർത്ത് വെച്ച അരി ഇതിലേക്ക് ഇടുക. അത് ഇട്ട ശേഷം വെള്ളം വറ്റി വന്ന ചോറിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് തീക്കനൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ 4 വറം പച്ചമുളക് എടുത്തിങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് അമ്പന്ന് അടച്ച് വെക്കുക. ഒരു കാര്യം മറന്നിട്ട് ഉണക്ക നാരങ്ങയും കൂടി ഇതിലേക്ക് ചേർക്കണം കേട്ടോ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ. അങ്ങനെ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇവിടെ പെരി പെരി ചിക്കനും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? വായിൽ വെള്ളം ഊർന്നുണ്ട് അല്ലേ? അതിലേക്ക് ഞാൻ ഒരു സോസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മക്കൾക്ക് ഞാൻ കൊടുത്തു. മക്കൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരൊക്കെ നല്ല ഹാപ്പിയാണ്. അപ്പോൾ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മയോനീസ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.